നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടുന്ന, അതിപ്പോൾ ടീച്ചേഴ്സിനായാലും അതുപോലെ തന്നെ സ്റ്റുഡൻസിനായാലും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ്. നമ്മുടെ ഒരു ക്ലാസ് റൂം പോലെ ഒരു വിർച്വൽ ക്ലാസ് റൂം, അതായത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് ഒരു സെക്ഷൻ, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരു സെക്ഷൻ, അതിനെ മുഴുവൻ ടെക്നിക്ക് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് മൊത്തം വീഡിയോ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പിലേക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാമുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് അയച്ചു തരുന്ന ഫോട്ടോസോ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ഡോക്യുമെൻറ്റ്സും ഒക്കെ എല്ലാവരുടെയും ഫോണിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. വാട്സപ്പ് ഫോണിൽ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണേൽ ക്ലിയർ ആയി പോകും. നമ്മൾ ഡിലീറ്റ് ആക്കുമ്പോൾ സ്റ്റോറേജ് ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴൊക്കെ ആവശ്യമുള്ള പല ഫയൽസും ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക്, ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം, വീണ്ടും ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഡൗൺലോഡ് ചെയ്യാതെ ഓൺലൈനായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്ലാസ് റൂം. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് അസൈൻമെൻറ്റ്സ് ഇടാൻ സാധിക്കും, എക്സാംസ് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പോയിന്റ് വെക്കാൻ സാധിക്കും, ഇന്ന തീയതിക്ക് മുമ്പ് വെക്കണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അനന്ത സാധ്യതകളുള്ള ഒരു വിർച്വൽ ക്ലാസ് റൂം ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു ടീച്ചറായാൽ, നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റുകൾ, അസൈൻമെൻറ്റുകൾ, നോട്ടുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാനും, സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിൽ അതവർക്ക് ഡൗൺലോഡ് ചെയ്യാനും, അതുപോലെ തന്നെ എക്സാമൊക്കെ ആണെങ്കിൽ തിരിച്ച് ആൻസറുകൾ അയക്കാനും, അതിനുള്ള മാർക്കുകൾ വെക്കാനും, പരിമിതികൾ വെക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മളാണ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യേണ്ടത് ടീച്ചേഴ്സാണ്. അപ്പോൾ ഇതാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. ഗൂഗിളിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനായ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ആപ്പ് ഉപയോഗിക്കുന്നത് തന്നെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അത് കയറുമ്പോൾ തന്നെ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. നിങ്ങളുടെ മെയിൻ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആദ്യം കയറുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിലാണ് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതോ ആ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിച്ചാണ്. ഇവിടെ സൈഡിലൊക്കെ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. സെറ്റിംഗ്സിലും ഒരുപാടധികം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഉള്ള ഭാഗം എനേബിൾ ആക്കി ഇടുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനുള്ള ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. നമ്മളിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് ക്ലാസ്, ജോയിൻ ക്ലാസ് എന്നീ രണ്ട് ഓപ്ഷൻസ് വരും. അവിടെ ക്രിയേറ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ക്ലാസ് നെയിം. അത് മാത്രമാണ് റിക്വയർഡ്. അതായത് ക്ലാസ് നെയിം മാത്രമാണ് ഉറപ്പായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള സെക്ഷൻ, റൂം, സബ്ജക്റ്റ് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്നുള്ളത് ഇങ്ങനെ ഇതും സെലക്ട് ചെയ്തു. ഇത് രണ്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ക്ലാസ് നെയിം മാത്രം സെലക്ട് ചെയ്താൽ മതി, അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. സെക്ഷനും റൂമും സബ്ജക്റ്റും ഒക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് റൂം ഗൂഗിൾ ഡ്രൈവിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിലേക്കാണ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ എപ്പോഴും ഈ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്ലാസ് റൂം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലാണ് അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂം. ഇവിടെ സ്ട്രീം എന്ന് പറഞ്ഞ ഭാഗത്താണ് നമുക്കിവിടെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും എഴുതിയിടാനാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ചുമ്മാ എഴുതിയിടാനൊക്കെ ആണെങ്കിൽ ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ പീപ്പിൾ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമുക്കിവിടെ നമ്മുടെ ടീച്ചേഴ്സ്, നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ടീച്ചേഴ്സായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് കോപ്പി ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മളവിടെ ഒരു ക്ലാസ് റൂമിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിൽ നമ്മുടെ ഒരു കോൺടാക്റ്റിൽ പോയിട്ട് ഞാനിവിടെ ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് റൂമിൻ്റെ ലിങ്കാണ് അവിടെ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻസിന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലാസ് റൂമിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ പോയതിനു ശേഷം
ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഒന്നും ഇവിടെ ഇല്ല. അത് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാനുണ്ട്. അത് അവർ ആ ഒരു ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ ആ സ്റ്റുഡൻസ് അതിലേക്ക് ആഡ് ആയിക്കോളും. അത് സ്റ്റുഡൻസിൻ്റെ സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു ക്ലാസ് വർക്കുകൾ ഇടാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയിടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഗൂഗിൾ ഡ്രൈവ് എന്നായാലും ഫോട്ടോ ആയാലും അതുപോലെ തന്നെ ഫയലുകളായാലും എന്താണ് ലിങ്ക് ആയാലും പോലും എല്ലാം ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നേരിട്ട് ഇവിടെ ഒരു കമൻറ്റ് പോലെ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അതെല്ലാവർക്കും കാണാനായിട്ട് ഒരു എന്താ പറയുക, അതിൻ്റെ ക്ലാസ് വർക്കിന് വേണ്ടി ചെയ്യാനുള്ള എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പുകൾ ഒക്കെ അങ്ങനെ അവിടെ ഇടാനായിട്ട് സാധിക്കും. ഇനി ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ, റീയൂസ്, പോസ്റ്റ്, ടോപ്പിക്, ഇങ്ങനെ 5 ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. ഇവിടെ ആദ്യം നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും എക്സാം നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അസൈൻമെൻ്റ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടെ എന്താണ് നമ്മുടെ കാര്യം, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ ക്ലാസ് ടെസ്റ്റ് എന്ന് എഴുതുകയാണ്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സിമ്പിൾ എക്സാം എന്ന് കൊടുക്കും. അതിനുശേഷം നിങ്ങൾക്കിവിടെ പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര മാർക്കിലാണ് നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ്. ഞാനിവിടെ 50 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ അൺഗ്രേഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഗ്രേഡ് ഒന്നുമില്ലാത്ത മാർക്ക്, ഇവിടെ കൊടുത്താൽ 50 മാർക്ക്. ഞാനിവിടെ സേവ് ചെയ്തു. അതിനുശേഷം ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ ഭാഗം, ഇത് എന്നാണ്, ഇത് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വെച്ചാൽ പോലും അത് കഴിഞ്ഞ് പിള്ളേർക്ക് അതായത് അവരുടെ ഫയൽസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, അവർക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു എന്നെഴുതി കാണിക്കും. അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇന്ന് നമുക്കിവിടെ 12-ാം തീയതിയാണ്. നമുക്കിവിടെ 13-ാം തീയതി സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നാളെ 13-ാം തീയതിയാണ്. അപ്പോൾ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 12 വേണം. ഓക്കെ, 12:05 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അവർ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇനി ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോട്ടോയോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ അറ്റാച്ച് ചെയ്യണമെന്നെങ്കിൽ ഇവിടെ ഈ ഒരു പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്യാമറ, അപ്ലോഡ് ഫോട്ടോ, അപ്ലോഡ് ഫയൽ, ലിങ്ക് എന്നീ ഓപ്ഷൻസ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്കൊരു PDF ഫയലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ആണ് കൊടുക്കണമെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ഫോട്ടോ എന്ന് കൊടുക്കുക. ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഡ്രൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതൊരു ഫയലും ഇങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ എൻ്റെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ, ഞാനിവിടെ ഒരു PDF സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വലിയ ഫയൽ മാറ്റി ഒരു ചെറിയ ഇമേജ് അവിടെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് വേണമെങ്കിൽ സ്റ്റുഡൻസ് ക്യാൻ വ്യൂ, സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ്, മേക്ക് എ കോപ്പി ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സ്റ്റുഡൻസ് ക്യാൻ വ്യൂ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ ആ ഒരു സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അസൈൻ എന്ന് പറഞ്ഞ ഭാഗം കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് അസൈൻമെൻറ്റ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ആ ഒരു ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികൾക്കും ഇമെയിലായിട്ടും അതുപോലെ തന്നെ ക്ലാസ് റൂമിൻ്റെ നോട്ടിഫിക്കേഷൻസ് പോകും. ഒരു അസൈൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു അസൈൻമെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട് എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളുടെ വിവരങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ് റൂം സെറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കിവിടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഷോർട്ട് ആൻസർ, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓപ്ഷൻസ്, അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റുഡൻസ് എഡിറ്റ് ആൻസർ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുട്ടികൾക്ക് അത് കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിലും എളുപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി പ്ലസ് ബട്ടണിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ 1 ഈ ലിങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അപ്ലോഡ് ഫയൽ ഉള്ളിടത്ത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ 1 നോട്ട്സ് എല്ലാം ഒരു PDF ഫോട്ടോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങോട്ട് ആഡ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സാപ്പിലെ പോലെയല്ല, എല്ലാം ക്ലൗഡിൽ സേവ് ചെയ്തിരിക്കും.
ഇനി പ്ലസ് ബട്ടണിൽ റീയൂസ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റ്, ഒരു ക്ലാസ്സിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു പോസ്റ്റ് വീണ്ടും ഒന്നും കൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് ഇടാവുന്ന അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അതായത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി വീണ്ടും ഒരു പ്ലസ് ബട്ടൺ കഴിയുമ്പോൾ റീയൂസ് പോസ്റ്റ് കണ്ടു ടോപ്പിക് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ടൊരു ടോപ്പിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ ടീച്ചർമാരുടെ ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ആ ഒരു ടോപ്പിക്കിന് അടിയിൽ ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറായിട്ട് ക്രിയേറ്റഡ് ആവുന്നു. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്രയും അധികം ഓപ്ഷൻസാണ് ടീച്ചേഴ്സിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്ക്. ഓക്കെ, കുട്ടികൾക്ക് അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സിന് അതെങ്ങനെയൊക്കെ കാണാൻ സാധിക്കുമെന്നും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ അടുത്തൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ആ ഒരു അക്കൗണ്ടിൽ ഒരു ക്ലാസ്സുകളും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പോയി നമ്മുടെ ആ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു അക്കൗണ്ടിൽ ആ ഒരു ക്ലാസ് റൂമിലേക്ക് ഞാൻ ജോയിൻ ആവുകയാണ്. ഓക്കെ, അവിടെ ഈ സ്വിച്ച് അക്കൗണ്ടിൽ നിന്ന് കൂടാതെ നിങ്ങൾക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗം കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ലിങ്കിൽ ഇങ്ങനെ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ അസൈൻമെൻറ്റ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇവിടെ ലോഗോ കാണാൻ സാധിക്കും. ഇത് അസൈൻമെൻ്റ് ആണ്, ഇത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഹോം പേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്തും ആ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ ഡ്യൂ ടുമോറോ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നാളെ ചെയ്യേണ്ട ആ ഒരു അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ പീപ്പിൾ എന്ന് പറഞ്ഞ ഭാഗത്തും ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ നമ്മളുമുണ്ട്. ഒരുപാട് കുട്ടികൾ വരുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്കിവിടെ ടു ഡു എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ ഒരു BCA ക്ലാസ്സിൻ്റെ അകത്ത് ഈ BCA ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടു ഡു എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ ഒരു അസൈൻമെൻ്റ് ആയിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ അടിയിൽ അസൈൻമെൻറ്റിൻ്റെ പേര് ഇവിടെ എഴുതി കാണിക്കും. ഇവിടെ ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകും. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയ ആൻസറുകളൊക്കെ എഴുതുക. അതിനുശേഷം ഇത് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഡ്യൂ ടുമോറോ 12:5 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടൊരു കമൻറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ആ ഒരു ടീച്ചറിനും നമുക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രൈവറ്റ് കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പബ്ലിക് കമൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ക്ലാസ് കമൻറ്റ് എന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫുള്ളായിട്ടും കാണാൻ സാധിക്കുന്ന കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് ഈ കമൻറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം കമൻറ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ആഡ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ഫോട്ടോ, അപ്ലോഡ് ഫയൽ, ലിങ്ക്, ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് അത് ആ PDF, ഷീറ്റ്സ്, ഡോക്സ്, സ്ലൈഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ എക്സാം എഴുതിയതിനു ശേഷം ആ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ഒരു PDF ആക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോട്ടോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ആ ഒരു സമയമെടുക്കും. വലിയ ഫയലാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ എത്ര ഫയലിൽ വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് വെക്കാം. എല്ലാം കൂടെ ഒരു PDF ആയിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ടേൺ ഇൻ എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ടേൺ ഇൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു വർക്ക് അവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. വർക്ക് സബ്മിറ്റഡ് എന്ന് എഴുതി കാണിച്ചു. വീണ്ടും അൺസബ്മിറ്റ് എന്ന് കൊടുത്താൽ അൺസബ്മിറ്റ് ആവും. അപ്പോൾ ആ ഒരു ക്ലാസ് വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിരുന്ന ആ ഒരു ഭാഗം ക്ലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ചാപ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്തും ആ ടീച്ചേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കമൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ചെയ്യാനായിട്ട് ഉള്ള കാര്യം. ഇനി നമ്മൾ ആ ഒരു അക്കൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേട്ടോ. മുമ്പേ 0 സ്റ്റുഡൻറ്റ് എന്ന് കാണിച്ചിരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇവിടെ 1 സ്റ്റുഡൻറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ പീപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജോയിൻ ചെയ്ത സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോയും അവിടെ കാണിക്കുന്നുണ്ട്. ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്കിവിടെ ആ കുട്ടികൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആ ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. സ്റ്റുഡൻറ്റ് വർക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത്
ടേൺ ഇൻ, ഒരാൾ ടേൺ ഇൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അതുപോലെ തന്നെ സമയം കഴിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ അവിടെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് സമയം തീർന്നിട്ടാണ് ഇനിയാൾ അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കും. അതുപോലെ തന്നെ 50 പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ആ ഒരാളെ സെലക്ട് ചെയ്തതിന് ശേഷം മെയിൽ അയക്കാനായിട്ട് സാധിക്കും. അതായത് തിരിച്ച് നിങ്ങൾക്ക് ഇത്ര പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അയക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു മെയിലിലേക്ക് നേരിട്ട് മെയിൽ വിടാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു ക്ലാസ് റൂമിൽ വന്നതിന് ശേഷം ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഗ്രേഡ് എന്ന് പറഞ്ഞ ഭാഗം, ഇവിടെ നോ ഗ്രേഡ്, നമ്മളിവിടെ ഗ്രേഡ് കൊടുത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ആഡ് ഗ്രേഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 50-ൽ 50 എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് ആ ഒരു മാർക്ക് അറിയാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാം നടത്താൻ സാധിക്കും എന്നുള്ളത്. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആ ഒരു അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് വർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം മാനേജർ ബോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല, ആഡ് ഗ്രേഡ് എന്നായിരിക്കും. അവിടെ നിങ്ങൾ ഇപ്പോൾ 45 എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു മാനേജർ ബോട്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റുഡൻറ്റിന് അവിടെ ഒരു മെയിൽ വരും. അതായത് നിങ്ങൾക്ക് 50-ൽ 45 മാർക്ക് സ്കോർ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇവിടെ കൂടെ കാണാതെ ഇവിടെ ഗ്രേഡ്, അതായത് ഒരു കുട്ടിക്ക് നിങ്ങളിവിടെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കും. ഗ്രേഡ് എന്നുള്ള ഭാഗത്ത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. എത്ര കുട്ടികൾക്ക് നിങ്ങൾ ഗ്രേഡ് കൊടുത്തു അത്രയും ഗ്രേഡ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര കുട്ടികൾ ടേൺ ഇൻ ചെയ്തു അതവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും ഒരു എക്സാം നടത്തുന്നതിന് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം, കുട്ടികളെ വീണ്ടും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞ ഭാഗത്ത് BC എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിൽ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റ് ക്ലാസ്സുകൾ അതിൻ്റെ താഴെ വേറൊരു ലിസ്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ മുഴുവൻ ക്ലാസ് കാണാൻ സാധിക്കും. ഇവിടെ കലണ്ടറിനകത്ത് നമുക്ക് ക്ലാസ്സുകളുടെ, അതായത് ഇന്ന ക്ലാസ്സുകൾ ഇന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ മെയിനായിട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു മെയിൽ വന്നതും കൂടെ നോക്കാം. കണ്ടോ, നമുക്ക് ആ ഒരു ക്ലാസ് ടെസ്റ്റിൽ കണ്ടില്ലേ 50-ൽ 45 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലാസ് റൂമിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾക്ക് എക്സാം നടത്താൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വെക്കാനും മറക്കരുത്. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.